ഹായ് ഡിയേഴ്സ്. അപ്പോൾ അമ്മുമ്മ ഇത്രയും ദിവസം നമ്മുടെ വീട്ടിൽ നിന്നിട്ട് തിരിച്ച് അമ്മുമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഒരുപാട് ദിവസം അമ്മൂമ്മ വീട്ടിൽ നിന്നു എന്നുണ്ടെങ്കിൽ പോലും ഇന്നലെ നിന്ന ഒരു ഫീലാണ് തോന്നുന്നത്. എന്താ പറയുക, പോകുമ്പോൾ വിഷമമുണ്ട്. ആക്ച്വലി എനിക്കോ ചേച്ചിക്കോ അമ്മയ്ക്കോ അച്ഛനോ ചേട്ടനോ നമുക്ക് ആർക്കുണ്ടാവുന്ന ഒരു വിഷമത്തിനെക്കാട്ടി കൂടുതൽ വിഷമം ഫീൽ ചെയ്യുന്നത് നമ്മുടെ ലച്ചൂട്ടിക്കാണ്. കാരണം എങ്ങനെയാണെന്ന് അറിയില്ല, അവർ രണ്ടുപേരുടെ വൈബ് അടിപൊളിയായിരുന്നു. സാധാരണ ആരടുത്ത് വന്നാലും കരഞ്ഞു പിണങ്ങി മാറിയിരിക്കുന്ന കുട്ടിയാണ് ലച്ചൂട്ടി. പക്ഷേ അമ്മൂമ്മ കണ്ട അന്ന് തൊട്ട് അമ്മൂമ്മ എടുക്കുമ്പോഴാവട്ടെ, അമ്മൂമ്മ കൊണ്ട് നടക്കുമ്പോഴാവട്ടെ, അമ്മൂമ്മ അടുത്ത് വരുമ്പോഴാവട്ടെ ഭയങ്കര സന്തോഷവും പുഞ്ചിരിയൊക്കെ ആണ്. അതുപോലെ തന്നെ ആരെടുത്താലും പോകാത്തൊരു കുട്ടിയാണ് ലച്ചൂട്ടി. അവൾക്ക് പരിചയമുള്ള ആളുകളോട് മാത്രമേ അവൾ പോകത്തുള്ളൂ. പക്ഷേ അമ്മൂമ്മയുടെ അടുത്തേക്ക് അമ്മൂമ്മ എടുക്കുമ്പോൾ വാ വാ എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ പോലും ഭയങ്കര സ്നേഹത്തിലാണ്. അപ്പോൾ അമ്മൂമ്മ പോവാണെന്ന് പറയാനായിട്ട് നമ്മുടെ ശരണ ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ശരണ ചേച്ചിയാണ് ഈ ഡോറിൽ ഇങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ശരണ ചേച്ചി അമ്മൂമ്മ കാണാൻ പോവുകയാണ്. ഇപ്പോൾ ശരണ ചേച്ചി ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് പോകാൻ ഭവിന്ന് വായി വരുന്നുള്ളൂ. ഭവിയും ലച്ചുവും ശാഭവിയും എല്ലാം ഒരാൾ തന്നെയാണ്. അപ്പോൾ ലച്ചൂസ് ഭയങ്കര വിഷമത്തിലാണ്. ഞാൻ പോകുന്നില്ല എന്നൊരു മൈൻഡിലായിരുന്നു. പിന്നെ അവിടെ അവൾ നിലത്തേക്ക് വീഴാതിരിക്കാനായിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്, ബെഡ് റെയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബെഡ് റെയിലൊക്കെ ഇങ്ങനെ പേടിച്ച് കളിച്ചിട്ട് പോകുന്നില്ല എന്ന ഭാഗത്തിൽ ഇരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, അമ്മൂമ്മ റെഡിയായി നിൽക്കുകയാണ്. അമ്മൂമ്മയ്ക്ക് വീട്ടിൽ പോകണം. ഇത്രയും നാളെ അമ്മൂമ്മ ഇവിടെ നിന്നില്ല. അമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ പോകണ്ടേ. അതുകൊണ്ട് തന്നെ അമ്മൂമ്മ സ്വന്തം വീട്ടിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. എൻ്റെ അമ്മയും അച്ഛനും കൂടെയാണ് കൊണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഭവിക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ്, പക്ഷെ സങ്കടത്തിലാണ്. അവൾക്ക് ഐ തിങ്ക് അവൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. അവളുടെ അമ്മയടുത്ത് പോകില്ല എന്ന് വാശി പിടിച്ചു. അമ്മൂമ്മ എങ്ങനെയൊക്കെയോ കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ അമ്മൂമ്മയ്ക്കും നല്ല വിഷമം തോന്നിയിട്ടുണ്ട് ആളെ പിരിഞ്ഞിരിക്കാനായിട്ട്. അപ്പോൾ പൊടിച്ചീന്ന് അമ്മൂമ്മ വിളിക്കുക അവളെ. അപ്പോൾ പൊടിച്ചി ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ അമ്മൂമ്മ പറഞ്ഞു. എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് അമ്മൂമ്മയ്ക്ക് ഒട്ടും മനസ്സിലായിരുന്നു. വീണ്ടും ചെന്നെടുത്തു കുറേ മുത്തമൊക്കെ കൊടുത്തു. അതിനുശേഷം അമ്മൂമ്മയ്ക്ക് അവൾ തിരിച്ച് തരാനായിട്ട് ഒട്ടും മനസ്സിലായിരുന്നു. അമ്മ ഒരുപാട് മുത്തം ഉമ്മ കൊടുത്തു. ഉമ്മ എന്ന് പറഞ്ഞ് ഒരുപാട് മുത്തം കൊടുത്തു. അതിനുശേഷം ഭവിക്കുട്ടി എൻ്റെ കയ്യിൽ തരാൻ വേണ്ടി ശ്രമിച്ചു. കരഞ്ഞു ആൾ, എന്നാലും എൻ്റെ കയ്യിൽ തന്നു. പിന്നെ അമ്മൂമ്മ പോവാണെന്ന് ഭവിക്ക് മനസ്സിലായി. ആൾ ചെറിയൊരു വിഷമമാണ്. അതിപ്പോൾ വിഷമമല്ല, അമ്മൂമ്മ ടാറ്റ കൊടുക്കുന്ന ഒരു സീനുണ്ട്. അത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇത് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഇതാ കണ്ടില്ലേ, ഇത് തന്നെയാണ്. അപ്പോൾ അമ്മ ടാറ്റ എടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായി. അവൾക്ക് ചെറിയ വിഷമമൊക്കെ ആയി. പിന്നെ അവൾ ഭയങ്കര കരച്ചിലായി അമ്മ പോയതിന് ശേഷം. പിന്നെ അവളുടെ വിഷമം മാറ്റാനായിട്ട് ഞാനും അച്ഛനും കൂടെ കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ ജംഗ്ഷൻ വരെ അവളെ കൊണ്ടുവന്ന് സ്കൂട്ടറിൽ റൗണ്ട് അടുപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എ ബ്യൂട്ടിഫുൾ വീഡിയോ. ഇനി ഞാൻ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും